ഹലോ ഹലോ. ഞാൻ സുബീഷ. പറയൂ സുബീഷ്. ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു. വിളിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എന്താ സംഭവിച്ചത്, എങ്ങനെയൊക്കെ ചെയ്തത് എല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിക്കും, അച്ഛൻ ഈ പൈസ ഒന്നും കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയാ അത് എനിക്ക് കിട്ടുക? ഞാനത് പറഞ്ഞിരുന്നു നിങ്ങളോട്. ഞാൻ പിന്നെ വിളിക്കുമ്പോ പിന്നെ ഞാൻ നേരിട്ട് സംസാരിക്കാന്ന് ഞാൻ പറഞ്ഞു. വരാൻ പറഞ്ഞു. ഈ ഒരു കാര്യം അവനെയും കൂട്ടിയിട്ട് നേരിട്ട് അങ്ങ് വന്ന് പറഞ്ഞാൽ എവിടെ വന്ന് പറയണേ? എവിടെ വേണമെങ്കിലും നമുക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിൽ പോവാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അന്ന് വീട്ടിന് വാങ്ങിയതാരാ? ഞാൻ ആരുടെ കയ്യില്? ഞാൻ ആരെ സ്ഥിരം? നീ ഒരു കാര്യം ചെയ്യ്. ഒഴിഞ്ഞു മാറി. ഞാൻ ഇത്രയും സമയം ഞാൻ പറയുന്നത് എനിക്കെന്താന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് മാത്രം പറഞ്ഞാൽ മതിയോ? എനിക്ക് പറയാൻ വിടില്ല എന്നാ പിന്നെ ആരോട് പറയാ? നീ പറയേണ്ടത് നിന്നോട് പൈസ കൊടുക്കരുത് പറയുന്നത് നീ ശ്രദ്ധിക്കണം. നിന്നോട് വായ്പ നിന്നോട് അവൻ വായ്പ മേടിക്കുന്നു എന്നോട് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ എന്തിനാ ഈ ലോഹിട്ട് ഈ വക കളവ് പറയാൻ നിൽക്കുന്നത്? ഏതാ പൊന്നു മോനെ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? മോനെ 30 വർഷമായിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫോൺ കട്ട് ചെയ്തല്ലേ? ഞാൻ പറയുന്നത് നീ രാത്രിയിൽ വിളിച്ചാൽ, നീ പാതിരാത്രിക്ക് വിളിച്ചാൽ ഞാൻ 9 ആയിട്ടുള്ളൂ. വെറുതെ എന്നെ കൊണ്ട് അതിൽ കൂടുതലുള്ള പറയിപ്പിക്കരുത് അച്ഛോ. നീ അതിന് കൂടുതൽ ഒന്നും പറയണ്ട. നീ നേരിട്ട് അവരെ വിളിക്കാം. പിന്നെ ഇത്രയും കാര്യം ഞാൻ എടാ പൊന്നുമോനെ, നീ എന്നെ എന്റെ അനുജനെ പോലെ കണ്ടിട്ട് ഞാൻ പറയുന്നത് നീ കേൾക്ക്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കാശ് വാങ്ങിയത് അച്ഛനല്ലേ നേരിട്ട്? എത്ര രൂപയാണ് വാങ്ങിയത്? നീ പറ, എത്ര രൂപയാണ് വാങ്ങിയത്? 1.5 ഫസ്റ്റ്. എന്താ 1.5 അര? നീ വർത്താനം കൂടുതൽ നീ സൂക്ഷിച്ച് സംസാരിച്ചാൽ നീ ആരോട് സംസാരിക്കുന്നത്? നീ എന്താ നീ അനാവശ്യം എന്നോട് സോളമനെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സോളമനുമായിട്ടൊരു എഗ്രിമെന്റ് നീ എന്റെ അതിന് കൂടുതലില്ല മോനെ. നീ എന്താ വിചാരിച്ചത്? നിന്നോട് ഞാൻ 1.5 വാങ്ങിയല്ലേ? അല്ലേ? എങ്ങനെ? നിന്നോട് ഞാൻ ജോലി തരാന്ന് പറഞ്ഞ് 1.5 വാങ്ങിയല്ലേ? നോൺസെൻസ്. നീ ആരോടാ പറയുന്നത്? നീ ചോറാണോ തിന്നുന്നത്? എങ്ങനെ? നിന്നോട് നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? നീ എന്തുകൊണ്ടാണ് പറയുന്നത്? നീ സത്യം പറ. എനിക്ക് വയ്യ. നീ ക്ഷമിക്കുമെന്ന് വെച്ചിട്ട് പൊന്നുമോനെ, നിന്റെ പൈസക്ക് നീ ക്ഷമിക്കുമെന്ന് വേണ്ട. പക്ഷെ നീ സത്യം പറയണം. അത് സത്യമേ പറയാവുള്ളൂ. ഞങ്ങൾ തമ്മിൽ പല ഒരു ഇടപാടും ഇല്ല മോനെ. ഞാൻ ആ ഇടപാട് നിന്നോട് അന്ന് പറഞ്ഞു, പൊന്നുമോനെ അടുത്ത ആഴ്ച സോളമൻ അടുത്ത ആഴ്ച നിനക്ക് ഈ പൈസ കൊടുത്തരുമ്പോ നീ അറിയും. കാരണം 5.5 ലക്ഷം രൂപ എന്റെ വെണ്ടയിലാണ്. എന്നോട് പറഞ്ഞു. നീ എന്നെ വലിച്ചേക്കണ്ടെന്നല്ലേ ഞാൻ ഈ പറയുന്നുള്ളൂ. നീ പറഞ്ഞല്ലോ നീ റെക്കോർഡ് ചെയ്തു. നീ റെക്കോർഡ് ചെയ്താൽ ഇതെല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ 30 വർഷം ആരോടും ഒരു പൈസ എന്റെ പോക്കറ്റിൽ എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞല്ലോ. പുതിയ വർഷനാന്നൊക്കെ ഈ ഡയലോഗ് ഒന്ന് മാറ്റിട്ട് വേറെ വല്ലതൊന്നും പറയാച്ചോ. അതെന്താ പൊന്നുമോനെ, നീ കേട്ടില്ലേ? വിലയില്ലെന്ന് പറയുന്നേ എന്താ മതി? അല്ല, ഞാൻ തന്ന കാശിന് വിലയില്ല. അപ്പൊ എടാ നീ ആർക്ക് കാശ് കൊടുത്തു? നീ കാശ് കൊടുത്തു പറഞ്ഞു. മോനെ പൈസ കൊടുക്കല് ബുദ്ധിയോടെ വേണം. ബാങ്കിൽ അടയ്ക്കേണ്ട പൈസയാണ്. ജോലി കിട്ടാനാണെങ്കിൽ അടയ്ക്കേണ്ടത്. ഇതെല്ലാം ഞാൻ നിന്നോട് സംസാരിച്ചതാണ്. അങ്ങനെ ഒരു കാര്യം മനസ്സിലായോ? എന്നെ വിളിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതുണ്ടാവണം. കുഴപ്പം തെറ്റെന്ന് പറയുന്നത് നീ പറഞ്ഞു. നിന്നെ കൂട്ടിക്കൊണ്ട് അവൻ ഇപ്പൊ ഞാനിത് പോയി പള്ളിയുടെ അൽത്താരിൽ വെച്ചിട്ടാ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ നീ? അൽത്താരിയുടെ സൈഡിൽ വെച്ചിട്ട് അതല്ലേ? കോഴിക്കോട് വന്നിട്ട് ഇവിടുന്നല്ലേ വാങ്ങിച്ചത്? കയ്യോടെ വാങ്ങിച്ചത്? ഇവിടുന്ന് നിന്നോട് ഞാൻ പൈസ വാങ്ങിയില്ല. നിന്നോട് ഞാൻ പറഞ്ഞു സോളമൻ എനിക്ക് 5.5 ലക്ഷം രൂപ തരാനുണ്ട്. നീ മനസ്സിലാക്കണം. അന്നേരം പറഞ്ഞില്ല. അന്നൊക്കെ നിങ്ങൾ അന്നേരം പറഞ്ഞില്ല മോനെ. എന്നിട്ട് 25,000 രൂപ നിന്നോട് വായ്പ വാങ്ങിയാണ് തരുന്നത് എന്ന് അവൻ പറയുന്നു. എന്നോട് പറഞ്ഞു നിന്നോട് വായ്പ വാങ്ങി തരുന്ന അംബാനിയോ? നീ ഇത് കേൾക്ക്. അതെന്താ നീ സത്യത്തെ മറന്നിട്ട് പറയുന്നു? നീ എങ്ങനെ എന്നെ വലിച്ചേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് നീ ജോലിക്ക് 5 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ 25,000 രൂപ എന്റെ അഡ്വാൻസ് വാങ്ങല. അതെന്ത് ന്യായം അത്? എന്ത് ന്യായം അത്? എന്നാൽ 3-ാമത്തെ ദിവസം അവൻ 25 സെക്കൻഡ് സ്വയം തരുന്നില്ല, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് അതുപോലെ 25,000 വാങ്ങിയോ പോയി.
അച്ഛന്റെ പൈസ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അത് എനിക്കറിയുന്ന കാര്യം, അതെനിക്കറിയാവുന്ന അറിയേണ്ട കാര്യമാണെങ്കിൽ ഒരു രൂപയുടെ നാണയം ഞാൻ വാങ്ങിയിട്ടില്ല. അതന്നെ സത്യം. നിനക്കറിയില്ലേ? എന്തോന്ന് നിനക്കറിയില്ലേ? എന്ത്? നിന്നോട് ഒരു രൂപയുടെ നാണയം ജോലി എന്ന പേരിൽ ഞാൻ വാങ്ങിയിട്ടില്ല. പള്ളിയിലെ ശുശ്രൂഷകനാണ് പറ്റുന്ന ഒരാളല്ല ഞാൻ. എങ്ങനെ പറഞ്ഞു മനസ്സിലായോ? നിന്നോട് ഒരു രൂപയുടെ ഒരു നാണയം ഞാൻ ജോലി എന്ന പേരിൽ വാങ്ങിയിട്ടില്ല എന്ന് ഏത് പള്ളിയോ ഏത് കോടതിയിലോ ഞാൻ സത്യം ചെയ്യും. മേലെ എനിക്കൊരു നിങ്ങളെ പള്ളി ഒരു കാര്യം നിന്നോട് അവൻ 20,000 രൂപ വായ്പ അവനില്ലാതെ നിന്നോട് എനിക്ക് പറയാൻ പറ്റൂല. നീ അവനോട് പറയുക നിങ്ങളോടൊന്നും പറയണ്ട. നീ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ മോനെ പൈസ കൊടുക്കുന്ന ഞാൻ പിന്നെ പൈസ കൊടുത്തിട്ടോ. ഞാൻ പറഞ്ഞ മോനെ പൈസ കൊടുക്കുന്നൊക്കെ സൂക്ഷിച്ചു ബുദ്ധിയോടെ വേണം. എന്നോട് പറയാൻ ഈ എന്തിനാണ് ഈ വക നീ പറഞ്ഞ അവൻ പറയുന്ന വിടുവായതെല്ലാം കേട്ട് നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉത്തരവാദി? അത് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെയല്ല. ആണോ? നീ അവനോട് ബന്ധുക്കളാണ്, അയൽവാസികളും ബന്ധുക്കളും ആണെന്ന് പറയുമ്പോ പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറഞ്ഞു തരേണ്ടത്? ഇത്രയ്ക്കൊരു ഫ്രോഡാണ് അവൻ എന്നുള്ള കാര്യം നിനക്ക് അറിയാമെങ്കിൽ ബന്ധുക്കളുമാണ് എങ്കിൽ അത് പോട്ടെ. എന്നായാലും നിങ്ങൾക്ക് ഫ്രോഡായത് ഇത് പൊന്നുമണി നിനക്കറിയില്ലേ? എന്റെ പണം മുഴുവൻ അവന്റെ കയ്യിലായി. അതൊന്നും അന്ന് നിങ്ങൾ അന്ന് പലതും പറഞ്ഞായിരുന്നോ? അന്ന് നിങ്ങൾ പറഞ്ഞില്ല ഞാൻ അത് എനിക്കുമായിരുന്നോ? ഞാൻ നിന്നോട് പറയുന്നുണ്ട് മോനെ എന്റെ 5.5 ലക്ഷം രൂപ ഇതിന്റെ കയ്യിലാണ്. ഇത് നിങ്ങളുടെ കാര്യം നിങ്ങൾ വാങ്ങിക്കോ, നിങ്ങൾ തമ്മിൽ ആയിക്കോളൂ. ഞാൻ പറഞ്ഞില്ല നീ സൂക്ഷിക്കണം. നിങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ. നിങ്ങളത് മാത്രമേ വിലയുള്ളൂ. ഞാൻ അതല്ലാതെ ആദ്യം കേൾക്കണ്ട. എനിക്ക് 5ന്റെ കാര്യം നിങ്ങളുടെ ആളെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞു തരേണ്ടത്? ഞാൻ എന്താ പറഞ്ഞു തരേണ്ടത്? എങ്ങനെ സ്വന്തക്കാരനാണ് നിന്റെ റിലേറ്റീവ് ആണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അയ്യോ സൂക്ഷിക്കണം ഞാൻ എന്നോട് പറഞ്ഞിരുന്നോ? ഇതിൽ കൂടുതൽ എന്താ പറഞ്ഞു തരേണ്ടത്? അതൊന്നും അന്നേരം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ നിന്നോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ മോനെ എന്റെ 5 ഞാൻ ഈ ലാസ്റ്റ് നിങ്ങൾ നിന്നോട് അവൻ 25,000 രൂപ വായ്പ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു. അന്ന് തന്നെ പറഞ്ഞു. അന്ന് തന്നെ ആ സെയിം ഡേ ആ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ ഞാൻ പറയുന്നത് മോനെ പൈസക്കാര്യം നീ എന്നെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? പൈസക്കാര്യത്തിലൊന്നും എന്നെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ട. ഞാൻ കാശ് തിരിച്ചു കഴിഞ്ഞില്ല. എനിക്ക് എന്ത് കിട്ടും ജോലി? ഇവിടെ പൊന്നുമണി ഞാൻ നിനക്ക് വേണ്ടി ജോലിക്ക് പറയാന്ന് അവന്റെ ഒരു എന്നോടുള്ള അവന്റെ കടപ്പാടിന് ഞാൻ പെട്ടുപോയൊരു കടപ്പാടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ജോലി തരാമെന്നും ഒരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുപ്പായം ഞാൻ അയച്ചു വെച്ചു വരും. ഞാൻ നിനക്ക് ജോലി വാങ്ങിത്തരാം പറഞ്ഞോ? ഞാൻ ഈ 30 വർഷത്തിനോട് ഒരു മനുഷ്യനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നിന്നോട് എങ്ങനെയാ മോനെ പറയുക? നീ ഞാനായിട്ടുള്ള ബന്ധം എന്താ? ഏത് ബന്ധത്തിലാ പറയുക? അവൻ നിന്നെ വിളിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ നിന്നെ തീർച്ചയായിട്ടും കൊണ്ടുപോയി പള്ളിയിൽ വെച്ച് അനേക അച്ഛന്മാരുടെ നടുവിൽ വെച്ച് മാനേജർ എടുത്തുകൊണ്ട് സംസാരിച്ചു. ഇതുകൊണ്ട് അതിന്റെ കള്ളക്കളിയിൽ അവൻ പോയി നിന്നോട് പൈസ വാങ്ങിയിട്ടുണ്ട്. നീ അത് അവനെ പിടിച്ചു വെച്ച് തന്നെ വായിക്കും. എന്റെ പൈസ ഞാൻ വാങ്ങുക തന്നെ ചെയ്യും. ഏതെല്ലാം ലോകത്ത് പോയാലും ശരി, ഏത് കോടതി പോയാലും പൈസ അവനോട് വാങ്ങിയിട്ട് യാതൊരു സംശയമില്ല. ഒരു കാര്യം പറയാം. ഇത് ഒരുപാട് തവണയല്ലേ പറയുന്നത്? സോളിയേട്ടന്റെ വീട്ടിൽ വാങ്ങി ഒരുപാട് തവണയൊന്നും അല്ല പറയുന്നത്. നീ എന്നെ വിളിച്ചത് എപ്പോഴാണ് വിളിച്ചത്? ഞാൻ വിളിച്ചതിനെ എടുക്കണ്ടേ? നിങ്ങൾ എടുക്കും. എന്റെ നമ്പർ ഞാൻ നമ്പർ ഞാൻ തമ്മിൽ കണ്ടത് വേറെ നമ്പർ ഞാനും തമ്മിൽ എപ്പോഴും കണ്ടത് എവിടെ? നീ അനാവശ്യം ഒരു കാര്യമില്ല മോനെ. ഞാൻ നിന്റെ 1 രൂപ വാങ്ങിയിട്ട് എനിക്ക് ഒരു ഉത്തരവാദിത്വം ഏത് കണ്ടല്ലോ കരുതി ഞാൻ ചെയ്ത് എനിക്ക് ഉപകാരമായി. മോനെ അതെല്ലാം ശരിയായി. ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതൊരു ഒരു കാര്യം പറയാം. ഞാൻ നിന്നോട് പറഞ്ഞതും നീ പൈസ കണ്ടിട്ടില്ലെന്നും ബാങ്കിലാണ് തമ്മിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നാണോ ഞാൻ ഇതുവരെ പറഞ്ഞത് നിന്നോട്? എന്നോട് പറഞ്ഞത് 1 രൂപ ഞാൻ വാങ്ങിയിട്ടില്ല. എല്ലാവരോടും പറഞ്ഞാൽ വാങ്ങിയത് എന്താ? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന്റെ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. നിന്റെ കയ്യിൽ നിന്ന് നീ മോനെ 5 ലക്ഷം തരാനുള്ള പൈസയാണ് എന്ന് പറഞ്ഞു. നിന്റെ ജോലിയോ നിന്റെ കാര്യങ്ങളോ ഞാൻ ഇത്രയും ജോലി സംബന്ധമായിട്ട് ചെയ്തിട്ടുള്ള എന്താ? നിന്നെ ഞാൻ മാനേജറോട് പറഞ്ഞു അച്ഛാ ഇത് അച്ഛന്റെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ്, തീർച്ചയായിട്ടും ഇതിനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ നിങ്ങൾ പറഞ്ഞു. നീ ഇത്
ഇതേ ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എപ്പോ പറഞ്ഞു? ഈ പറഞ്ഞ അല്ല കുട്ടിയോടും പറഞ്ഞാ ഈ പറഞ്ഞ കളവ്. അതെന്താ നീ അല്ല വിഡ്ഢികളോടും പറയണത്. ഞാൻ വെറും വിഡ്ഢിയാന്ന് വിചാരിച്ച് നീ സംസാരിക്കരുത്. ഞാന് നിന്നോട് 1 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറയാം. നിനക്ക് ഞാൻ ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം? നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എന്നാ നമ്മൾ തമ്മിൽ കണ്ടത്? ഈ ഒരു ബന്ധം ഞാൻ തമ്മിൽ വേറെ എന്താ ബന്ധം? നിന്നെ പറഞ്ഞിരുന്നു, അല്ലാണ്ട് എന്താ ബന്ധം? ഒരു ബന്ധം അറിയില്ല. വാങ്ങും ചെയ്തല്ലോ. നിന്നോട് ഞാൻ പൊന്നുമോനെ ജോലി വാങ്ങിത്തരാന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ പറഞ്ഞോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞു മോനെ, ശാന്തമായിട്ട് പറയും. ഞാൻ എപ്പോഴാ പറഞ്ഞത്? ഞാൻ എപ്പോഴാ പറഞ്ഞത്? വേറെ കാശിന് വേണ്ടിട്ടുണ്ടല്ലോ, വേറെ കാശിന് വേണ്ടിട്ട്. പൊന്നുമോനെ നീ അത് എന്നോട് പറയരുത്. കാരണം ഇവിടെ റെക്കോർഡുള്ളതാണ്. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റെക്കോർഡ് ഉണ്ടാവും. നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റെക്കോർഡ് ഉണ്ടാവും. അതിനൊന്നും ഒരു കള്ളത്തരം നീ പറയണ്ട. ഇന്ന പഴയ കാലമല്ല. അതെന്നെ എനിക്കും പറയാനുള്ളത്. മോനെ വെറുതെ നീ അങ്ങ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയാണോ കുറ്റവാളിയാകുക? ഞാൻ ഇതിന്റെ ഒരു ഇതിൽ പെട്ടുപോയി എന്നുള്ളത് അല്ലാതെ നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നീ അവനോട് എനിക്ക് കിട്ടിയാൽ മതി. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ തന്നത് എനിക്ക് അത് കിട്ടിയാൽ മതി. എടാ നീ ഒരു കാര്യം ചെയ്യും. നീ എന്തിനു വേണ്ടിയിട്ട് കൊടുത്തോ വാങ്ങിയോ എന്ന് ഞാൻ ചോദിക്കും. ഞാൻ നിന്നോട് പറഞ്ഞു മോനെ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പള്ളിമുറ്റത്തുനിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരിട്ട് എന്റെ കയ്യിൽ എടാ പൊന്നു മോനെ നീ എന്നോട് വിളിച്ച് ചോദിച്ചു 3 ലക്ഷം ചോദിക്കുന്ന ലേശം കുറയ്ക്കാൻ പറ്റുമോ നീ എന്നോട് ചോദിച്ചു കൊണ്ട് മാത്രം ഞാൻ നീ ഞാൻ ചോദിക്കുന്നതിന്റെ ആൻസർ പറയും. നീ എന്നോട് പറയുന്നു 3 ലക്ഷം ചോദിക്കുന്നു കുറയ്ക്കാൻ പറ്റുമോ അച്ഛാന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? മോനെ അത് കുറയ്ക്കാൻ അതിനകത്ത് നീ എന്നെ ഇടപെടേണ്ട. ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ ഞാൻ പറഞ്ഞോ? ബാങ്കിൽ ഞാൻ അടയ്ക്കേണ്ട പൈസ എന്ന് ഞാൻ പറഞ്ഞോ? 3 എന്താ പറഞ്ഞത്? 3 ഞാൻ തന്നില്ലേ? 3 പറഞ്ഞിട്ട് ഞാൻ 3 തന്നെ തന്നോ? എവിടെയാ മോനെ നീ 3 എന്ന് പറഞ്ഞത്? 3 തന്നതും ആരാ 3 പറഞ്ഞത്? ആരാ 3 പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ട് നീ എന്നെ വിളിച്ച് അവര് 3 കൊടുക്കണമെന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു നിന്നോട് ബാങ്കിലാണ് പൈസ അടയ്ക്കേണ്ടത്, കയ്യിൽ കൊടുക്കേണ്ടതല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ബന്ധുക്കളായിരിക്കാം സ്വന്തക്കളായിരിക്കാം, പക്ഷെ എന്നെ അതിൽ ഉൾപ്പെടുത്തരുതെന്നും പറഞ്ഞില്ലേ? അപ്പൊ നീ എന്താ മറന്നുപോയോ? വെറുതെ എന്തിനാ ഈ നുണ പറയാൻ? എന്റെ പൊന്നുമോനെ വെച്ചിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? അതല്ല നല്ലത്. മോനെ ഞാൻ നിന്റെ 1 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യും. പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കൈ കിട്ടിയെന്നല്ലോ. അയ്യോ പിന്നെ എന്റെ പൊന്നുമോനെ ഇത് അതിനെക്കാട്ടും വലുത് ഞാൻ അവനെ കൊണ്ടിട്ട് ജയിലിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നവനാ. മനസ്സിലായോ? എങ്ങനെ പൊന്നുമോനെ മിക്കവാറും അതാ സംഭവിക്കാൻ പോകുന്നത്. ഈ മാസം കൂടി ഞാൻ കഴിഞ്ഞോട്ടെ. അവനെ ഞാൻ വിടും. ഞാൻ അവൻ നാട്ടുകാരെ വെക്കാൻ നോക്കുക. പിന്നെ ഞാൻ എന്റെ കയ്യിൽ വാങ്ങിയത് ഇയാൾക്ക് കൊടുക്കാനുള്ള കടാന്ന് പറഞ്ഞിട്ട് വെക്കാൻ നോക്കുക. നിങ്ങൾ നിന്നെ നീ അവന് സ്വന്തമാണ് ബന്ധമാണെന്ന് പറഞ്ഞിട്ട് നിന്നെ അവൻ പറ്റിച്ചിട്ട് അവൻ അത് എന്റെ മുലപ്പാല് കുടിച്ച ഒരു മുലപ്പാല് കുടിച്ച മനസ്സിലല്ല. നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. എങ്ങനെ ഇങ്ങനത്തെ നുണകൾ നീ എനിക്കെതിരെ ഞാനൊരു അച്ഛനാണെന്ന് വിചാരിക്കണ്ടേ? ഇങ്ങനെ നീ പറയാൻ പാടുണ്ടോ? ഞാൻ എന്താ പറഞ്ഞു? നീ എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ 1.5 ലക്ഷം വാങ്ങിയെന്ന്. എന്താ പൊന്നു മോനെ നീ എന്താ പറയുന്നത്? പറയുന്നത് അങ്ങനെ എനിക്ക് കണ്ണില്ലായിരിക്കണം. ആരെന്നുള്ള മുമ്പിൽ ചിലവായിരിക്കും. എനിക്ക് കണ്ണില്ലായിരിക്കണം. ഞാനന്ന് വരുമ്പോ ഞാൻ കുരുടനെന്ന് എങ്ങനെ കയ്യോടെ വാങ്ങിച്ചു മോനെ വിളിക്കണ്ട. എനിക്ക് തിരിച്ചു പാടില്ല. നിന്നോട് അവൻ 25,000 രൂപ വായ്പ വാങ്ങി ഇത് വായ്പയാണെന്ന് പറഞ്ഞു ഉറപ്പാണ്. ശരിയാണത്. നീ ന്യായമല്ല. അതൊന്നും അല്ല. നീ നീ ഒരു കാര്യം ചെയ്യും. ഒരു പറഞ്ഞാല് ഇല്ല വാങ്ങിയില്ല എന്ന് പറയണത് നിങ്ങൾ എമ്മാതിരി കള്ളനായിരിക്കണം. എന്റെ പൊന്നുമോനെ നീ ആരോടെ പറയുന്നത്? നീ ആരോടെ പറയുന്നത്? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? മോനെ എന്റെ 5.5 ലക്ഷം രൂപ പറഞ്ഞിട്ടില്ല. ജോലിയുടെ കാര്യത്തിൽ കൊടുക്കരുത്. ഒരേ ഒരു ജോലിയുടെ മോൻ ഇത് കേക്ക്. ജോലിയുടെ കാര്യത്തിൽ 1 രൂപ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ജോലിയുടെ കാര്യത്തിൽ ആർക്കും 1 രൂപ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു നിന്നോട്. നിന്നോട് പറഞ്ഞു ബാങ്കിൽ അടയ്ക്കാന്ന്
ഡയോസിസിന്റെ പേരിൽ ബാങ്കിൽ അടക്കിയായിരിക്കും വേണ്ടത്. അത് നീ നോക്കിക്കോണം, ബുദ്ധിയോടെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? ഇല്ല, അങ്ങനെ കയ്യിൽ നേരിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് അങ്ങനെ പറയരുതേ. അവനോട് കളിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് നീ അത് വിചാരിക്കുന്നത് എന്റെ മേത്ത് ചാരാന്ന് നീ വിചാരിക്കരുത്. എങ്ങനെ ഈ സത്യം പറയാൻ പാടുള്ളൂ. സത്യം മാത്രമേ പറയാവുള്ളൂ. ഞാൻ സത്യത്തിന് വിരുദ്ധമായിട്ട് അളവ് പറഞ്ഞുതരാം. കാരണം നീ അവന് വായ്പ കൊടുത്തതാണ്. അങ്ങനെ സംഭവം ആ വക അതൊന്നും നടക്കൂലേട്ടാ. ആ വക തരിക റേഞ്ച് ഉള്ളവർക്ക് പറയുക നിൽക്കണം. എങ്ങനെ? കാരണം നീ റേഞ്ച് ഉള്ളിടത്തേക്ക് നിൽക്കണം. ക്ലിയർ ആവുന്നില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് ഞാൻ കേൾക്കാം. പക്ഷെ ഈ കളവ് പറഞ്ഞ് ഞാൻ എന്തിനാ കേൾക്കണത്? എന്റെ പൊന്നു അങ്ങനെ പറയരുത്. നീ ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. കാരണം ഞാൻ ഈ ഒരു കാര്യത്തിൽ കളവ് പറയില്ല. നിന്നോട് അവൻ വാങ്ങിയതിന് ഉത്തമ ബോധ്യമുള്ള പൈസ ഉണ്ട്. അത് എന്ത് ചെയ്തു? പിറ്റേ ദിവസം പിറ്റേ ആഴ്ചയിൽ തന്നെ ചെക്കൻ എനിക്ക് സ്വൈരം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഞാൻ തെളിവുകൾ ആരോടാ വാങ്ങി കൊടുത്തത്, എവിടുന്നാ കൊടുത്തത്, അതെല്ലാം എന്റെ രണ്ട് രേഖയുണ്ട്, പേപ്പറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. അതുകൊണ്ടാണ് നിന്നോട് വായ്പ വാങ്ങിയ പൈസ എന്ന് ഞാൻ പറയുന്നത്. അത് ഞാനല്ല വാങ്ങിയത്, ഞാനായിട്ട് വാങ്ങിയതല്ല. എന്നെ അത് ഉൾപ്പെടുത്തരുതെന്ന് നിന്നോട് പറയുകയും ചെയ്തു. പള്ളിയുടെ പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് ജോലി പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ അടയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവനിങ്ങനെ പൊത്തി പറയുമ്പോ ഞാൻ നിന്റെ സ്വന്തക്കാരാകുമ്പോ പിന്നെ ഞാൻ എന്ത് പറയാന്? ഞാൻ സൂക്ഷിക്കണമെന്ന് മാത്രം ഒരു വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു വാർത്തയില്ല. നിങ്ങൾ തമ്മിൽ തെറ്റി. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ തമ്മിൽ രോഗിയുള്ളപ്പോ എന്റെ 5.5 ലക്ഷം രൂപ ഇവന്റെ കയ്യിലുണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? ഇതൊന്നും ഞാൻ അന്ന് അറിയുന്ന കാര്യമല്ല. അന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞോ ചോദിക്കുന്നുണ്ടോ പറയാത്തത്? അങ്ങനെ അവന്റെ വീട്ടിലും അല്ലേ? അങ്ങനെയാണ് ഇങ്ങനെ എന്നുള്ളത്. ഞാൻ ഒരേ ടോണിൽ നിന്നിട്ട് എനിക്കെന്തോ കുന്താണ്ടല്ലേ. ഏത് ടോണ്? ഒരു ടോണും ഇല്ല. ഇന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അവനോട് നിങ്ങൾ സംസാരിക്കണം, അവന് പറയാനുള്ളത് കേൾക്കണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല നീ വെറുതെ രാത്രിയിൽ വിളിച്ച് എന്നോട് ടെമ്പറായി പറയേണ്ട കടപ്പാട് എനിക്ക് നിന്നോടില്ല മോനെ. ഞാൻ നിന്നോട് വാങ്ങി എന്തെങ്കിൽ അങ്ങനെ ഞാൻ എനിക്കുണ്ട്. അതെങ്ങനെ നീ ചോദിക്കുക? നിന്നോട് ജോലിക്കാര്യവും പൈസയും എന്നെ നീ ഉൾപ്പെടുത്തരുത്, എന്നെ കൂട്ടരുത്. 30 വർഷമായി ഞാൻ ഈ ജോലിക്ക് കയറിയിട്ട് 30 വർഷമായി. ഞാൻ ഒരു മനുഷ്യനോട് വാങ്ങി 1 രൂപ എന്റെ പോക്കറ്റിൽ ഇട്ടില്ല എന്ന ഭാഷ നിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്ക്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഉണ്ടോ? അത് നീ ഒന്ന് പ്ലേ ചെയ്ത് നോക്ക്. പിന്നെ നീ എന്നിട്ട് സംസാരിക്കും. അത് അന്ന് നിന്നോട് ഞാൻ പറഞ്ഞ അവസാനമായിട്ട് എനിക്കൊരു കാര്യം അറിയാലോ. അത് ഞാൻ കാണിക്കേണ്ടടുത്ത് കാണിക്കും, ഞാൻ വേണ്ടടുത്ത് ഞാൻ അത് ചെയ്യും. അത് എനിക്ക് ഇല്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ എനിക്ക് ഒരു താല്പര്യമില്ല നിന്നോട്. ഞാൻ നിന്നെ ചീറ്റ് ചെയ്തോ നിന്നോട് ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞു 1 രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലി മാറ്റി വേറെ വീഴും. കേട്ടോ? അല്ലാണ്ട് നീ അവൻ നിന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരച്ഛനുള്ള നിലയിൽ എന്നെ പിടിച്ചാൽ നടക്കും. നിന്റെ അത് നടക്കില്ല. പറ്റിച്ച ആളോട് തന്നെ ഞാൻ ഈ സംസാരിക്കാം. അയ്യോ എന്റെ പൊന്നു മോനെ, നീ വേറെ ആളെ നോക്കണം. ഞാൻ നിന്നെ പറ്റിച്ചില്ല. പള്ളിക്കകത്തുള്ളത് ഞാൻ നിന്നെ പറ്റിച്ചിട്ട് നിന്നോട് അങ്ങനെ നീ എന്നിട്ട് ഈ കാര്യം എന്നോട് പറയാ? എന്ത് ന്യായം അത്? എടാ അവൻ നിന്നോട് അതല്ല അതിനപ്പുറം പറയും. അവൻ പറയും 10 ലക്ഷം വാങ്ങിയിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ നിനക്ക് പൈസ മുഴുവൻ തരാന്ന് പറയും. എന്നോട് പറഞ്ഞതാണ് ഒരു അയൽവാസിയായ ഒരാൾ പേപ്പർ കൊടുത്താൽ മതി, കൊടുക്കും. നമ്മൾ കൂടുതൽ സംസാരിക്കണം. എനിക്ക് ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളൂ. അതിനുള്ള മറുപടി കിട്ടിയാൽ ഞാനിപ്പോ കോള് കട്ട് ചെയ്തോളാം. ചോദിച്ചോട്ടെ? ധൈര്യമായിട്ട് ചോദിച്ചോട്ടെ. സോളിയേട്ടന്റെ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിയതല്ല അച്ഛൻ ഇല്ലാന്ന് പറയാം. സോളിയേട്ടന്റെ വീട്ടിൽ നിന്ന് സോളിയേട്ടൻ 25,000 രൂപ നിന്നോട് വായ്പ വാങ്ങി. ഒരാഴ്ചക്കുള്ളിൽ അവൻ എന്നോട് വാങ്ങിക്കൊണ്ടും പോയതാണ്. അത് നിന്റെ ജോലിയുമായിട്ട് ഒരു പുലബന്ധം പോലുമില്ല. എന്നോട് വാങ്ങിക്കൊണ്ട് ചെക്കൻ എനിക്ക് സ്വൈരം തരുന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് വാങ്ങിക്കൊണ്ട് പോയതിന്റെ തെളിവ് ഞാൻ തരാം. ആളും തരാം. 2 ആളുകൾ ആ രീതിയിൽ കാണിക്കാം. പോലും ഞാൻ ആ പൈസ വാങ്ങിയില്ല. കൊണ്ടുവന്ന ആളെ ഞാൻ വിളിച്ചു പറഞ്ഞ ആള് പൈസ കൊണ്ടുവന്നിട്ട് കയ്യിലാണ് കൊടുത്തത്. പറഞ്ഞു മനസ്സിലായോ? വാങ്ങി ആ പൈസ കൊണ്ടുപോയതാണ്. അത് നീ ജോലി പൈസയായിട്ട് കൂട്ടുകയും അവൻ നിന്നെ പറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അത് 1.5 ലക്ഷം വാങ്ങിയിലാക്കുകയും എന്ത് ന്യായമാണ്? ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് നിന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റും, ധൈര്യമായിട്ട് ഞാൻ പറ്റും. അങ്ങനെയാണല്ല പറഞ്ഞത്. ഇതിൽ കൂടുതൽ പറയാം. സത്യം ചെയ്യാൻ പറ്റുമോ? സംഘത്തിന്റെ കയ്യിൽ ഞാൻ 1.5 ലക്ഷം രൂപ കൊടുത്തു. സത്യം ചെയ്യാൻ ഞാൻ
എവിടെ വേണമെങ്കിൽ അല്ല, നീ എന്റെ വാക്കിന് ഉത്തരം പറ. നിനക്ക് ബൈബിൾ എടുത്ത് പള്ളിന്റെ ആൾക്കാരുടെ മുമ്പിൽ സത്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ സന്യാസിന്റെ കയ്യിൽ 1.5 ലക്ഷം രൂപ കൊടുത്തു. ധൈര്യമായിട്ട് പറ്റും. അതിന്റെ ഒന്ന് പറയുന്നുണ്ട്. ഇതിനകത്തൊന്നും ഒരു തന്ത്രം വേണ്ട. എന്റെ പൊന്നും വേണ്ട. ന്യായമായിട്ട് ന്യായം വെള്ളം പോലെ ഉണ്ട്. നീതി വറ്റാത്ത തോട് പോലെ ഉണ്ട്. എനിക്ക് അതിനകത്ത് ഒരു പേടിയില്ല, ഒരു സംശയമില്ല. ഞാൻ നിന്നോട് 1 രൂപ ജോലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുപ്പായി വിളിച്ചരും ഏത് കോടതിയുടെ മുമ്പിൽ, ഏത് പോലീസ് സ്റ്റേഷനിൽ. പറഞ്ഞു മനസ്സിലായോ? ഈ കാര്യം ഞാൻ പോലീസിൽ ചെന്നപ്പോ പോലും പറഞ്ഞു. എന്തുകൊണ്ടാണ് വാങ്ങിച്ചോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. എടാ, ഞാൻ നിന്നോട് വാങ്ങിച്ചില്ല. നിന്നോട് 25,000 രൂപ അവൻ വായ്പ എന്ന പദം അടുത്ത ആഴ്ച തിരിച്ചു തരുമെന്ന വായ്പ വിഷയം മറന്നുപോയോ? അതുപോലെ അടുത്ത ആഴ്ച ആവാണ്ട് അവൻ വാങ്ങിക്കൊണ്ട് പോവുകയും ചെക്കൻ എനിക്ക് സ്വൈരം തരുന്നില്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞോ ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ മോനെ. ഞാൻ നിന്നോട് പറഞ്ഞോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മോനെ അത് ബാങ്കിൽ അടക്കേണ്ടത് നിന്നോട് പറഞ്ഞോ? അപ്പൊ നീ അത് ഏത് ബാങ്കിൽ, എന്ത് ബാങ്കിൽ തന്നെ ചോദിക്കേണ്ടത്? അല്ല, അവന്റെ പൈസ കൊടുക്കാണ് ഈ വക പറഞ്ഞിട്ടില്ല. അയ്യ പൊന്നു മോനെ, നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നിനക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത്. ഞാൻ നേരിട്ട് നമ്മൾ കണ്ടില്ലേ അന്നത്തെ കാര്യമല്ല. നിന്നോട് ഞാൻ ബാങ്കിലാണ് പൈസ അടയ്ക്കേണ്ടത്, കയ്യിൽ കൊടുക്കരുത്, ഫോണിലൂടെയാണ്. നേരിട്ട് പറഞ്ഞിട്ടില്ല. അതായത് പറഞ്ഞിട്ടില്ല. സംസാരിച്ചിട്ട് അത് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞത് പൊന്നു മോനെ, എടാ മോനെ 5 ലക്ഷം ഇത് അവൻ നിനക്ക് തിരിച്ചു തരും. ഇത് ഏത് ഈ 25,000 രൂപ ഞാൻ ബാഗിൽ ഇട്ടാ കൊണ്ടുവന്ന് പോക്കറ്റിലിട്ടാ പോരെ മോനെ? കറക്റ്റ് 1.5 ഞാൻ ചില്ലില്ലാതെ എടുത്ത് തന്നതാണ്. സുധീഷേ, ഇത് തലയിൽ ഡിറ്റീവ് ചെയ്യുന്ന കാര്യം നീ പറയരുത്. എന്റെ തലയിലുണ്ടോളാം എന്ത് എനിക്കിനി വിടാനില്ല. ഇതിലും വലിയൊരു ഇത് എനിക്കിനി വരാനില്ല. നമ്മൾ രണ്ടും മാത്രമല്ല ഒരു ദൈവം ഉണ്ട് ഇതിന്റെ ഇടയില്. അങ്ങനെ നിങ്ങൾ ഈ ഒരു ഉത്തരം ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് ഒരു പെറ്റീഷൻ കൊടുത്ത് ഞാൻ അവിടെ വരും. അവനെ നീ വിളിച്ചു കൊണ്ടുപോവാ. ഞാൻ പോലീസിന്റെ മുമ്പ് പറഞ്ഞുതരാം. അത് നമ്മൾ തമ്മിൽ തന്നെ തീർക്കാം. അയ്യ, പിന്നെ അവനല്ലാണ്ട് പിന്നെ നിന്നെ ഞാൻ പോയി വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ നിന്നോട് പൈസയും വാങ്ങി പോരും അല്ലേ? ഞാൻ ജോലിന്റെ ആവശ്യമല്ലേ മോനെ? ഞാൻ ജോലിന്റെ ബ്യൂറോ അല്ലേ? അല്ലേ? ഞാൻ തപ്പത്ത് പരസ്യം കൊടുത്ത് ഞാൻ ജോലി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ നീ എന്നോട് ബന്ധപ്പെട്ടു. നീ അങ്ങനെയാണ് എനിക്ക് ചെക്ക് പോലെ. മൂപ്പര് വരേണ്ട ഭാഗത്ത് മൂപ്പര് ഉണ്ടാവും ചെയ്യും. ഞാൻ എന്റെ ഭാഗത്ത് വന്നോട്ടെ. അതിന് നോക്കാത്ത മുമ്പേ വരുന്നുണ്ട് മോനെ. 2 പ്രാവശ്യം വന്നു, 3ാമത്തെ പ്രാവശ്യം അടുത്ത ആഴ്ച വരും. എന്നിട്ട് നോക്കാം നമുക്ക്. എന്നിട്ട് എന്റെ ഹാലി എന്താണെന്ന് ഞാൻ അപ്പൊ തീരുമാനിച്ചോളാം. എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. അവനെ ഒന്നും വാങ്ങിയിട്ടുള്ള മനുഷ്യനെ മുഴുവൻ പറ്റിച്ച് അയാൾ അങ്ങനെ ശരി സംഭവിച്ചു. എന്റെ കാര്യം ഞാൻ ചോദിച്ചത്. എനിക്ക് അതിനുള്ള മറുപടി കൂട്ടുപിടിച്ചിട്ട് പിന്നെ ഈ പ്രസംഗം വേറെ വല്ലവരോടും പോയി പറഞ്ഞാൽ മതി. എനിക്കതൊന്നും ഞാൻ വിളിക്കുമ്പോ തന്നെ ഇതൊരു കാര്യമില്ലല്ലോ. ഈ കഥ എപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയ കഥയാ. എനിക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള കേൾക്കാത്ത അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് നീ വിചാരിക്കുന്നത്? നീ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ അതങ്ങ് സമ്മതിക്കും. എന്നിട്ട് ഞാൻ മോനെ അതെല്ലാം വെറും വ്യാമോഹമല്ലേ മോനെ? നീ സോളമനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറക്കെ പറയാൻ നീ കാണിക്കണം. എന്നോട് വേണ്ട. അങ്ങനല്ല, നിങ്ങളുടെ 2 പേരിലും തന്നെയാണ്. അല്ല, ഒരാൾ മാത്രം അയാളെ മാത്രമാക്കിയിട്ട് നിങ്ങൾ അവിടെ നിൽക്കുക അല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ തമ്മിൽ തീർക്കുക. മറ്റുള്ളവർക്ക് അതിന്റെ ഇടയിൽ വലിച്ചെടുക്കരുത്. മറ്റുള്ളവരെ വലിച്ചെടുക്കരുത്. നിങ്ങൾ തമ്മിലിട നിങ്ങൾ പോലെ തീർക്കുക. നിങ്ങൾ തമ്മിൽ തീർക്കുക. മറ്റുള്ളവരെ അതിൽ വലിച്ചെടുക്കരുത്. വലിച്ചെടുക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞു മോനെ, പൈസ കൊടുക്കുമ്പോ സൂക്ഷിക്കണം. പൈസ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ ഈ പാപൊക്കെ എവിടെ കൊണ്ടിട്ട് തീർക്കുക? അയ്യോ എന്റെ പൊന്നു മോനെ, ഞാൻ ജോലി ചെയ്യുന്ന മുറ്റത്ത് നിന്നാണ് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് കളവും ചെയ്യാനാണ് അല്ലേ?
മുഖത്ത് അല്ലല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു പരിധി വരെ പോകൂ. ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഏത് കളവിനും ഒരു പരിധി ഉണ്ട്. ഏത് കളവിനും ഒരു പരിധി ഉണ്ട്. അതിന്റെ അപ്പുറം വന്നു എന്നും എങ്ങനെ അവൻ നിന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്നു ഏതിന് പരിധി ഉണ്ട്. എനിക്ക് അത്ര പറയാനുള്ളൂ. എനിക്ക് അതേ പറയാനുള്ളൂ മോനെ, എനിക്ക് അത്രേ പറയാനുള്ളൂ.